ശ്രീമദ് ഭഗവത്ഗീത പാരായണത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അത് ശ്രീമദ് ഭഗവത്ഗീത ധ്യാനയോഗഃ. ശ്ലോകം 41. പ്രാപ്യ പുണ്യകൃതാം ലോകാൻ ഉഷിത്വാ ശാശ്വതീയ സമാഹ ശുചിനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോ അഭിജായതേ. അർത്ഥം: യോഗമാർഗത്തിൽ കുറെ ദൂരം സഞ്ചരിച്ചിട്ട് വിഷയാകർഷണങ്ങളിൽ പെട്ട് പ്രാപഞ്ചികനായി പോകുന്നവൻ പുണ്യശാലികളുടെ ലോകങ്ങളിലെത്തി വളരെ കാലം വസിച്ചിട്ട് നീതിനിഷ്ഠരായ പുണ്യാത്മാക്കളുടെയോ ധനവാന്മാരുടെയോ ഗൃഹത്തിൽ വീണ്ടും പിറക്കുന്നു. 42. അഥവാ യോഗിനാമേവ കുലേ ഭവതി ധീമതാം ഏതദ്ധി ദുർലഭതരം ലോകേ ജന്മയദീദൃശം. അർത്ഥം: അല്ലെങ്കിൽ ഏറെക്കാലം യോഗാഭ്യാസം നടത്തിയിട്ടും വിജയം നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ ബുദ്ധിശാലികളായ യോഗികളുടെ കുലത്തിൽ ജനിച്ചെന്നു വരാം. അത്തരത്തിലുള്ള ജന്മം തന്നെ ഈ ലോകത്തിൽ ദുർലഭമാണ്. ശ്ലോകം 43. തത്ര തം ബുദ്ധി സംയോഗം ലഭതേ പൗർവദേഹികം യതതേ ച തതോ ബ്രൂയഃ സംസിദ്ധൗ കുരുനന്ദന. അർത്ഥം: ഹേ കുരുനന്ദന, ആവിധം വീണ്ടും ജനിക്കുമ്പോഴും സാധകന് പൂർവജന്മത്തിലെ യോഗ പരിശ്രമങ്ങളെക്കുറിച്ചുള്ള ദിവ്യാവബോധം വീണ്ടും ലഭിക്കുന്നു. അതോടെ വീണ്ടും യോഗസിദ്ധിക്ക് വേണ്ടി തുടർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. ശ്ലോകം 44. പൂർവാഭ്യാസേന തേനൈവ ഹ്രിയതേ ഹ്യവശോ അപി സഹ ജിജ്ഞാസുരഭിയോഗസ്യ ശബ്ദബ്രഹ്മാദി വർത്തതേ. പൂർവജന്മത്തിൽ നേടിയ പരിശീലനത്തിന്റെ ദിവ്യബോധത്താൽ സാധകൻ എങ്ങും തേടിപ്പോകാതെ തന്നെ യോഗമാർഗത്തിന്റെ നേർക്ക് ആകൃഷ്ടനായി തീരുന്നു. ജിജ്ഞാസുവായ ആ യോഗി ആചാരങ്ങളെ ആസ്പദമാക്കിയുള്ള ധർമ്മശാസ്ത്ര പ്രമാണങ്ങൾക്ക് അതീതനാകുന്നു. ശ്ലോകം 45. പ്രയത്നാദ്യതമാനസ്തു യോഗി സംശുദ്ധ കിൽബിഷഃ അനേക ജന്മ സംസിദ്ധഃ തതോ യാതി പരാം ഗതിം. ക്ലേശഭൂയിഷ്ടമായ യോഗ പദ്ധതികളിൽ പ്രവർത്തിക്കുന്ന യോഗിക്ക് പാപങ്ങളിൽ നിന്നും മുക്തനായി അനേകം ജന്മങ്ങൾ കൊണ്ട് സിദ്ധി നേടി പരമലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയും. ശ്ലോകം 46. തപസ്സിഭ്യോ അധികോ യോഗി ജ്ഞാനിഭ്യോ അഭിമതോ അധികഃ കർമ്മിഭ്യച്ഛാധികോ യോഗി തസ്മാദ്യോഗി ഭവാർജുന. തപസ്യേക്കാൾ ശ്രേഷ്ഠനാണ് യോഗി. ജ്ഞാനികളെക്കാളും ഫലേച്ഛയോടെ കർമ്മം ചെയ്യുന്നവരെക്കാളും യോഗനിഷ്ഠൻ ശ്രേഷ്ഠനാണ്. അതുകൊണ്ട് അർജുന, നീ യോഗിയാകുക. ശ്ലോകം 47. യോഗിനാമപി സർവേഷാം മദ്ഗതേനാന്തരാത്മനാ ശ്രദ്ധാവാൻ ഭജതേ യോ മാം സമേ യുക്തതമോ മദഃ. പരിപൂർണ വിശ്വാസത്തോടും എന്നിൽ മുഴുകിയ മനസ്സോടും കൂടി എന്നെ ഭജിക്കുന്നവൻ യോഗികളിൽ അത്യുത്തമനാണെന്നാണ് എന്റെ അഭിപ്രായം. അർജുന, ഈ യോഗി ദേവന്മാരെക്കാളും ശ്രേഷ്ഠനാണ്. അവൻ എന്റെ സർവസ്വമാണ്. എന്റെ ആത്മാവ് തന്നെയാണ് യോഗി. എന്നിൽ മുഴുകിയ മനസ്സോടെ എന്നെ പരമലക്ഷ്യമായി കരുതി ഏകാഗ്രതയോടെ ഭജിക്കുന്ന സാധകൻ സകല യോഗികളെക്കാളും ശ്രേഷ്ഠനാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് ആ യോഗി. ഇത് ശ്രീമദ് ഭഗവത്ഗീത സുപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ധ്യാനയോഗോ നാമ 6 അധ്യായഃ സമാപ്തം. ശ്രീമദ് ഭഗവത്ഗീത പാരായണത്തിലെ 47 ശ്ലോകങ്ങളടങ്ങിയ ധ്യാനയോഗം ഇവിടെ സമാപിക്കുന്നു.